ഗൈസ് കണ്ടോ, ഇതൊക്കെ മൂട്ട കടിച്ച പാടുകളാണ്. കണ്ടാൽ പറയോ, ആ ഒരു വട്ടത്തിലാണ് ഈ മൂട്ട കടിച്ചത്. ഇതൊക്കെ ഫ്രഷാണ്. അതെ, ദേ ഇരിക്കണം. കണ്ടോ, ഇത് ഓടുവോ, ജീവനുണ്ടോ? ആ അതെ. അപ്പോൾ ഞാൻ കാണിച്ചുതരാം എൻ്റെ മേത്ത്. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വിചാരിക്കണത്. ഇതൊക്കെ മൂട്ട കടിച്ചുണ്ടാക്കിയ പാടുകളാണ് കാണുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ വെരി ഫ്രഷ് ന്യൂ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ ചാനലിലേക്ക് സ്വാഗതം. ആചാരി വ്ളോഗ്സ് എന്ന് പറഞ്ഞ നമ്മുടെ ഒരു പുതിയ ചാനലിൽ ഫസ്റ്റ് വീഡിയോ ആണിത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വീഡിയോയിലെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തമാശയും കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് യു കെയിലാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ അറിയില്ലാത്തവർക്ക് ഞാനിപ്പോൾ യു കെയിലാണ് നിൽക്കുന്നത്. അപ്പോൾ യു കെയിൽ നിൽക്കുമ്പോഴുള്ള ഞാൻ നേരിട്ട വൺ ഓഫ് ദ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞ ബെഡ് ബഗ്സിൻ്റെ ശല്യമാണ്. എന്ന് വെച്ചാൽ മൂട്ട, കട്ടിൽ മൂട്ട. ആ മൂട്ട കാരണം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. എന്ന് വെച്ചാൽ ഉറങ്ങാൻ പറ്റത്തില്ല, ഭയങ്കര പ്രശ്നം. അപ്പോൾ ഈ സാധനം രാവിലെ ഇതിൻ്റെ ശല്യങ്ങളും കാര്യങ്ങളില്ല. ഇതിൻ്റെ ശല്യം എന്ന് പറഞ്ഞാൽ രാത്രി വന്നിട്ട് കടിച്ച് നമ്മൾ പരിപ്പിളകളയും. നമ്മളൊന്ന് ഷിഫ്റ്റും കാര്യങ്ങൾ വന്ന് കഴിഞ്ഞ് വന്ന് ടയേർഡായിട്ടൊക്കെ വന്ന് കിടക്കണം. എങ്ങനെയും ഉറങ്ങിയാൽ മതി എന്നായിരിക്കും. അത് ഉറക്കം പെട്ടെന്ന് കിട്ടില്ല. കിട്ടി വരുമ്പോഴേക്കും ഒരു 2 മണി 3 മണിയാകുമ്പോഴേക്കും സാധനം വന്ന് കാട്ടി തുടങ്ങി നമ്മളെ നശിപ്പിച്ച് കളയും. അപ്പോൾ ഞാൻ കാണിച്ചുതരാം എൻ്റെ മേത്ത്. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വിചാരിക്കണത്. ഇതൊക്കെ മൂട്ട കടിച്ചുണ്ടാക്കിയ പാടുകളാണ് കാണുന്നത്. ഇവിടെയൊക്കെ ഉണ്ട്, പിന്നെ ഉണ്ട്, എവിടെയാ, ഇവിടെ ഉണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ കാണിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഇതൊക്കെ, എല്ലാ സ്ഥലങ്ങളും കടിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതെവിടെ നിന്ന് വന്നതെന്ന് ആക്ച്വലി അറിയാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് നോക്കാം നമ്മുടെ ഈ വൃത്തികെട്ട മൂട്ട എവിടെ നിന്നാണ് വരുന്നതെന്ന് ജസ്റ്റ് നോക്കി കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്ക് അതുകൊണ്ട് ഇന്ന് ഫുള്ളൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം, കിട്ടുമോ ഇല്ലയോ, കാണാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വീഡിയോ ഇതാണ്, ബെഡ് ബഗ്സിനെ കണ്ടുപിടിക്കാനുള്ള ബെഡ് ബഗ്സ് ഫൈൻഡിങ്സ് വീഡിയോ ആണ് ഫസ്റ്റ്, അവർ വെരി ഫ്രഷ് വീഡിയോ. ഓക്കെ, അപ്പോൾ മൂട്ടനെ പിടിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് കയ്യിൽ ഗ്ലൗസ് ഇടാന്നുള്ളൊരു ചടങ്ങാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഗ്ലൗസ് അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ആ പരിപാടി അങ്ങ് സെറ്റായല്ലോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ കിടക്കണം നമ്മുടെ ബെഡ്. അപ്പോൾ ഇവിടെയാണ് ഇവ മെയിനായിട്ട് ഒന്ന് കടിക്കണം പരിപാടിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതേ നിങ്ങൾക്ക് കാണിച്ചില്ല, ഇന്ന് രാത്രിയൊക്കെ കൊന്നിട്ടേക്കണതാണ് ഇതേ മൂട്ട. കണ്ടോ, നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇവിടെ മൊത്തം ഇങ്ങനെ കറുത്ത ഡോട്ടുകളും കാര്യങ്ങളുണ്ട് ഈ ബെഡിൽ. ഫുള്ള് ബെഡ് നല്ല വെയിറ്റ് ഉണ്ട്. ഇത് മൊത്തം എൻ്റെ ചോര, എൻ്റെ സ്വന്തം ചോരയാണ് കാണുന്നത്. മൊത്തം കടിച്ച് പൊട്ടിച്ച് ഒരു പരിവാക്കി വെച്ചാണ് എന്നെ. ഇത് തന്നെയാണ് ഡെയിലി നേരം വെക്കുമ്പോൾ കാണുന്നത്, ചോരയോട് ചോര. അപ്പം ഇതാണ് കേട്ടോ ബെഡിൻ്റെ അവസ്ഥ. എന്ന് നോക്കി, പഴയ ബെഡാ. ഇരുന്ന് പൂപ്പലല്ല, ഈ സാധനം ഇരുന്ന് ഈ പരിവായി. കണ്ടോ, ഇതേ രീതിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ കടിക്കാണ്ടിരിക്കും? ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവുമോ? ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടോ എന്നറിയില്ല. ഇതിൻ്റെ ഉള്ളിലൊന്നുമില്ല. അതെ, ദേ ഇരിക്കണം. കണ്ടോ, ഇത് ഓടുവോ, ജീവനുണ്ടോ? ആ അതെ, ഓട്ടം കണ്ടോ. ഇതൊക്കെയാണ് മൂട്ട. അപ്പോൾ നമ്മുടെ കയ്യിലൊരു സ്പ്രേ ഇരിപ്പുണ്ട്. അതെ, ഈ സംഭവം കണ്ടോ, ഈ സ്പ്രേ വെച്ച് പോയത് ഇവനോട് ഇരിപ്പുണ്ടേ. അത് 1-2 മതി. എൻ്റെ ഉള്ളിൽ നിറച്ച് കുഞ്ഞുങ്ങളാ. ഒക്കെ നിലത്തി കയറണോ കണ്ടോ, ഒറ്റടി സംഭവിച്ചെത്തു. ആ, അവൻ തീർന്നു. അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഇരിക്കണു. കണ്ടോ, ഈ കാണുന്നൊക്കെ ഈ മൂട്ടയുടെ മുട്ടയും കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ ഏറ്റവും പ്രശ്നം എന്ന് പറഞ്ഞാൽ പഴയ ബെഡും പഴയ കിടക്കാണ്ട് ഈ സാധനം കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് രാത്രി കുറേയും കയറി വരും. നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, ഈ സംഭവത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കയറി വരും. ഞാൻ ഇന്നാൾ കണ്ടുപിടിച്ചത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി തന്നെ. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും ഒരു കാര്യമില്ല. പിന്നെ അതേ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ സൈഡിലൊക്കെ മൂട്ട ഇരിക്കണുണ്ടോ. അതേ കണ്ടോ, മൂട്ടയുടെ മുട്ട ഇരിക്കണം മുഴുവൻ. ഇരിക്കണം മൂട്ട നിറച്ചു. അതെ, ഇത് എന്ത് ചെയ്യുമെന്ന് ഒരു പിടുത്തമല്ല. നമുക്കെന്തായാലും ഇത് പൊക്കിയിട്ട് ബാക്കി സൈഡ് കട ഒന്ന് നോക്കാം. ഇനി എവിടെ എങ്ങനെയൊക്കെ ഇരിക്കണമെന്നൊരു ഐഡിയ ഇല്ല. അപ്പോൾ നമുക്ക് ശരിക്കും നോക്കാം. ആ സൈഡിലൊക്കെ ഇരിപ്പുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇരിക്കണൊക്കെ മൂട്ടയാണ്. എൻ്റെ പൊന്നു മാതാവേ, ഇതിനകത്താണല്ലോ രാത്രി കിടന്നുറങ്ങണേ. നല്ല വെയിറ്റാ. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ബെഡിൻ്റെ ബേസ്. അപ്പോൾ ഇവിടെ ഉണ്ട്, അതെ ഇവിടെ ഉണ്ടാവുന്നോ, ഈ കാണുന്നൊക്കെ മൂട്ട കണ്ടോ. അപ്പോൾ ശരിക്കും പറയാനുണ്ടല്ലോ, ബെഡിൽ മൂട്ടയുണ്ട്, ഇതിനകത്ത് മൂട്ടയുണ്ട് കേട്ടോ. ഇതിനകത്ത് എവിടെ നോക്കിയാലും കോർണറിൽ മൂട്ട. എനിക്കറിയാൻ പാടില്ല ഈ മൂട്ടനൊക്കെ എങ്ങനെ കളയുന്നു, ഒരു ഐഡിയ ഇല്ല. നമ്മൾ ഉണ്ടാക്കിയെടുത്തേക്കുന്ന സ്പ്രേയും കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് എത്രമാത്രം റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ഇല്ല നമുക്ക്. എനിക്കറിയില്ല എൻ്റെ സൊല്യൂഷൻ എന്താണ്. നിങ്ങളെങ്ങനെ ഇതൊക്കെ കാണിച്ചു തരും? ഇവിടെ നോക്കുമ്പോൾ ഇവിടെ മൂട്ട, അവിടെ നോക്കുമ്പോൾ അവിടെ മൂട്ട, എല്ലായിടത്തും മൂട്ടയാണ്. ഓക്കെ ഗൈസ്, എല്ലായിടത്തും മൂട്ട.
ഇത് തന്നെ പ്രശ്നം കണ്ടോ, മൂട്ട ഇരുന്ന് അതിൻ്റെ പരുവം കണ്ടോ, ഞാൻ കാണിച്ചു തരാം. ഈ ഇരിക്കണൊക്കെ മൂട്ടയാണ്, ഈ ഇരിക്കണം കണ്ടോ, ഇതെല്ലാം മൂട്ടയാണ് ഇരിക്കുന്ന സാധനങ്ങൾ. ഇതിൻ്റെ ഇടയിലെ കോർണറിലൊക്കെ മൂട്ടയുണ്ട്. എങ്ങനെ ഇപ്പോൾ ഇതിനൊക്കെ പിടിക്കണേന്ന് ആലോചിക്കണേ. ഇത് കണ്ടോ, ഒക്കെ മുട്ടയിട്ട് ഇങ്ങനെ ഇരിക്കുക, ഓരോ കോർണറിലും കാര്യത്തിലൊക്കെ മൂട്ടയാണ്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഒരു വട്ടം ക്ലീൻ ചെയ്തതാണ്, എന്നിട്ടും ഇത് ഇങ്ങനെ തന്നെ. പിന്നെ കണ്ടത് ഈ ഗ്യാപ്പുകളിലൊക്കെ മൂട്ട, ഈ സൈഡിലൊക്കെ മൂട്ട. പിന്നെ ഇനി അവിടെ ഉണ്ടോ നോക്കട്ടെ. കണ്ടോ, ഇതൊക്കെ മൂട്ടയുടെ പ്രശ്നങ്ങളും മുട്ടയും കാര്യങ്ങളും ഉള്ളു നിറച്ച്. പിന്നെ പോരാത്തതിന് ഈ ഹോള് കണ്ടോ, ഈ ഒരു ഹോളിൽ നിന്ന് അപ്പുറത്തെ സൈഡിൽ നിന്ന് മൂട്ട ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇനി അതിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്ന ഐഡിയ ഇല്ല. ഒന്നിൽ റൂം മാറുക, അല്ലെങ്കിൽ ഓണറോട് പറഞ്ഞിട്ട് എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടെത്തുക. കണ്ടോ, ആ ഗ്യാപ്പിൽ നിന്ന് തന്നെ മൂട്ടകളാണ് ഇരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടെ എല്ലായിടത്തും മിക്ക വീടുകളിലും ഈ മൂട്ടശല്യം ഉണ്ട്. പക്ഷേ ഇത്രമാത്രം മൂട്ടശല്യം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. കാരണം ഞാൻ ചോദിക്കുന്നിടത്ത് എല്ലാ സ്ഥലത്തും മൂട്ടയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഫേസ് ചെയ്യുന്ന അത്ര മൂട്ട ഉണ്ടോയെന്നും അറിയില്ല. പക്ഷെ ഞാൻ എന്നിട്ട് ഈ നല്ല ചൂടായ സമയത്ത് ഇപ്പോൾ ഇവിടെ ഈ ചൂടത്ത് പോലും ഞാൻ ഫുൾ സ്ലീവ് ഡ്രസ്സും പാൻറ്റും സോക്സ് ഇട്ടിറങ്ങണേ. എന്നിട്ട് നമ്മുടെ ഉറക്കത്തിൽ കാല് പൊങ്ങിപ്പോവില്ലേ, സോക്സിൻ്റെ അവിടെ നിന്ന് പൊങ്ങിപ്പോണതിൻ്റെ ഗ്യാപ്പിൽ പിടിച്ച് വട്ടം കടിച്ച് മൊത്തം പൊട്ടിച്ച് തവിടുടിയൊക്കെ ചെയ്യുക. അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ മനസ്സിലാവും ഞാൻ എത്ര സ്ട്രഗിൾ ചെയ്യുന്ന ഇവിടെ മൂട്ടയുടെ പ്രശ്നം കാരണം. ഓക്കെ ഗൈസ്, കണ്ടോ, ഇതൊക്കെ മൂട്ട കടിച്ച പാടുകളാണ്. കണ്ടാൽ പറയോ, ആ ഒരു വട്ടത്തിലാണ് ഈ മൂട്ട കടിച്ചത്. ഇതൊക്കെ ഫ്രഷാണ്. മൂട്ട കടിച്ച് പരിവുള്ളത് ഈ കാലിൽ അതെ കറക്റ്റ് സ്പോട്ട് എല്ലാം കടിച്ചത് ഒരു പരുവത്തിലാക്കി വെച്ചേക്കുക. നിങ്ങൾ ആലോചിക്കുക, ഒരു മൂട്ട കാരണം നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ എന്തായാലും നമുക്കിതിനൊരു പെർമനൻറ്റ് സൊല്യൂഷൻ എന്താണെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് ജസ്റ്റ് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, നമ്മളെ കൊണ്ടല്ല എന്നെ കൊണ്ട് എന്തെങ്കിലും ഇന്ന് ഇത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഇന്ന് ഉറങ്ങാൻ പറ്റും. ഇന്നലെ ഒരു തരി ഉറങ്ങിയിട്ടില്ല, നല്ല സ്ട്രെസ്സാണ്. കാരണം നമ്മൾ ഈ 12 മണിക്ക് ഷിഫ്റ്റും കാര്യങ്ങളും കഴിഞ്ഞ് വന്ന് പിന്നെ ഇടയ്ക്ക് ജിമ്മിലൊക്കെ പോയിട്ട് വന്നിട്ട് പിന്നെ കിടക്കുന്നത് മാക്സിമം കിട്ടുന്നത് 4 മണിക്കൂർ ഉറക്കുക. ആ 4 മണിക്കൂറിലും നമ്മൾ ഈ ഇടയ്ക്ക് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങില്ല. അപ്പോൾ പിറ്റേ ദിവസം പിന്നെ പണിക്ക് പോകണമല്ലോ. അപ്പോൾ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഇന്നലെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഷിഫ്റ്റ് എടുത്തില്ല. അപ്പോൾ ഇന്നിരുന്ന് നമുക്കിതൊന്ന് ക്ലീൻ ചെയ്യണം. ഇത് ഇന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞ് വീണ്ടും വരും. ഇന്ന് വരുവാണെങ്കിൽ രാത്രി വരുവാണെങ്കിൽ അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണ് രാത്രി മിനിമം ഒരു 80 ഉണ്ടെങ്കിലും ബെഡൊക്കെ കയറി ഒന്ന് കടിക്കുന്നത്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഞാൻ ഇവിടെ നേരിടുന്ന പ്രശ്നം. ബെഡ് ബഗ്സിനെ കൊണ്ടുള്ളൊരു പ്രശ്നം അതാണ്. തലയിലൊക്കെ കയറും, കലമ്പാണ് ഗൈസ്. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് പറ്റുന്ന രീതിയിൽ കൊന്നിട്ടുണ്ട്, പിടിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഈ കൊന്നതിനെ എല്ലാത്തിനും ഒന്ന് വാക്വം ചെയ്തെടുക്കുക, പിന്നെ ഇതൊന്ന് പെട്ടെന്ന് അറേഞ്ച് ചെയ്യുക. അല്ല ഇതിനും കൂടുതലൊന്നും പിടിക്കാൻ പറ്റില്ല, കൊല്ലാനും പറ്റില്ല. ഒക്കെ അതിൻ്റെ അകത്താണ്. അപ്പോൾ ഞാൻ കാണിച്ചില്ല, ആ ഹോളിൻ്റെ അകത്താണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അധികം പറ്റില്ല. കൊന്നിട്ട് അതിനൊക്കെ ഒന്ന് വാക്വം ചെയ്യുക, ക്ലിയർ ചെയ്യുക, ബാക്കി പരിപാടി. ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി ഇതേ നമ്മൾ ബെഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ എല്ലാ ക്ലീനിങ് കാര്യം കഴിഞ്ഞു. അപ്പോൾ എന്താ എൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൂട്ട എന്തായാലും പോവില്ല, ഒരു രീതിയിൽ മൂട്ട പോവില്ല. അപ്പം അങ്ങനത്തെ പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. കാരണം ഇത് എവിടെന്ന് ഇതിൻ്റെ കാരണം ഇത് ഒരുപാടുണ്ട്. നമ്മളിപ്പോൾ സ്പ്രേ അടിച്ചാലും ഇതിനെ വാക്വം ചെയ്ത് കളഞ്ഞാലും ഒന്നും പോവില്ല എന്ന് മനസ്സിലായി. ഇത് ഒന്നിൽ ബെഡ് റീപ്ലേസ് ചെയ്യണം, എല്ലാം റീപ്ലേസ് ചെയ്യണം. ബെഡ് മാത്രമല്ല, ഇതിൻ്റെ കോട്ട്, ബെഡ്, പിന്നെ ആ കോർണറിലുള്ള ഹോൾ കാര്യങ്ങളെല്ലാം റീപ്ലേസ് ചെയ്താലാണ് എനിക്ക് തോന്നുന്നത് കുറച്ച് കുറയുള്ളൂ, അല്ലെങ്കിൽ പോവുള്ളൂ. പിന്നെ ഫുൾ പെസ്റ്റിൻ്റെ എന്നിട്ടൊന്നും ഒക്കെ ചെയ്യണം. പക്ഷേ ഇതൊന്നും ഇപ്പോൾ ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ റൂം ചേഞ്ച് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരവസ്ഥ. അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് ഓർത്താണ് എൻ്റെ സ്റ്റാർട്ടിങ് വ്ലോഗ് തന്നെ ഇതാക്കിയത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇങ്ങനത്തെ പുതിയ കാര്യങ്ങളും പല കാര്യങ്ങളൊക്കെ കണ്ട് നമുക്കിങ്ങനെ പോവാം. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. എന്തായാലും അതിലെടുത്ത് പുതിയ വീഡിയോ കാണുന്നവർക്ക് എല്ലാവരും ബൈ. പിന്നെ അത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയ ചാനലാണ്, വ്യൂവേഴ്സ് ഇല്ല, സബ്സ്ക്രൈബേഴ്സ് ഇല്ല, ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ ഫാമിലിയിലേക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യുക. അടുത്ത വീഡിയോസിന് വേണ്ടിയിട്ട് സജഷൻസും സപ്പോർട്ടും കാര്യങ്ങളും. ഇതിൽ നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സജഷൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്കോ എന്താണെന്ന് വെച്ചാൽ ചോദിക്കുക, പറയുക. ഓക്കെ, അപ്പോൾ സീ യു നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദാറ്റ് ടൈം, ബൈ.